ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. മലയാളി അഭിഭാഷകൻ മാത്യൂസ് ജെ നെടുമ്പാറയാണ് ഹർജി നൽകിയത്. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് എത്തുന്നു ന്യൂസ് നൈറ്റിൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്. മാത്യൂസ് നെടുമ്പാറ പല വ്യവഹാരങ്ങളിലും കക്ഷി ചേരാറുള്ളതാണ്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണ്? ജുഡീഷ്യൽ സമിതിക്ക് അന്വേഷണാധികാരം ഇല്ല എന്നാണ് അഭിഭാഷകനായ മാത്യൂസ് ജെ നെടുമ്പാറ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യം മുൻനിർത്തിയാണ് സുപ്രീം കോടതിയിൽ മാത്യൂസ് ജെ നെടുമ്പാറ ഒരു ഹർജിയും നൽകിയിരിക്കുന്നത്. ഈ യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആണ് സുപ്രീം കോടതിയിൽ ഈ ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ ഒരു വീരയ്യൻ കേസിൽ സുപ്രീം കോടതിയുടെ നിലപാട് ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെയും സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്കെതിരെയും പോലീസിന് കേസെടുക്കാനാവില്ല എന്നായിരുന്നു. ഈ വിധിന്യായം തിരുത്തണം. മാത്രമല്ല, നിലവിൽ 3 അംഗ ജുഡീഷ്യൽ സമിതിയാണ്, 3 അംഗ ജഡ്ജിമാരുടെ സമിതിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. ഇത് നിയമവിരുദ്ധമാണ്. കാരണം ഈ 3 അംഗ സമിതിക്ക് ഇക്കാര്യം അന്വേഷിക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഈ ജുഡീഷ്യൽ അന്വേഷണ സമിതി നടത്തുന്ന അന്വേഷണം നിയമവിരുദ്ധമാണ്. മാത്രമല്ല, ഇതിന് ശുപാർശ നൽകിയ കൊളീജിയത്തിന്റെ ശുപാർശ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 തീരുമാനങ്ങളും റദ്ദാക്കണം. ഒപ്പം ഇക്കാര്യത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ആവശ്യമായ നിർദ്ദേശം നൽകണമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മലയാളി അഭിഭാഷകനായ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മലയാളി അഭിഭാഷകനായ മാത്യൂസ് ജെ നെടുമ്പാറയാണ് ഇത് സംബന്ധിച്ച ഹർജി സുപ്രീം കോടതിയിൽ നൽകിയത്. ഓക്കെ, താങ്ക് യു. ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സുപ്രീം കോടതിയിൽ മാത്യൂസ് ജെ നെടുമ്പാറയുടെ ഹർജി കൂടി ഈ വിഷയത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഫോളോ അപ്പ് എന്തായിരിക്കുമെന്നറിയാൻ സ്റ്റേ ട്യൂൺഡ്. റിപ്പോർട്ട്